ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ വന്നിറങ്ങുന്ന ഒരു ഇടത്താവളമാണ് ചെങ്ങന്നൂർ. ഈ ചെങ്ങന്നൂരിന്റെ ഹൃദയത്തിൽ തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനമുണ്ട്. ഏകദേശം 40-ൽ പരം വർഷത്തെ ആയുർവേദ ജീവിത യാത്രയുമായി ഇപ്പോൾ ചെങ്ങന്നൂർ സ്ഥിതി ചെയ്യുന്ന ഇന്ദുകാന്തം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറും കൂടിയായിട്ടുള്ള ഡോക്ടർ AP ശ്രീകുമാർ സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ യാത്ര 40-ൽ പരം വർഷമായി ആയുർവേദത്തിലൂന്നി അതിന്റെ ആ ഒരു സത്യങ്ങളെ മുറുകെ പിടിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവർക്കൊരു ആശ്രയമായി മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വം. ഈ ഒരു പറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെ 2018-ലെ മഹാപ്രളയത്തില് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രം കൂടിയായിരുന്നു ഇന്ദുകാന്തം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു 40 വർഷത്തെ യാത്ര നമ്മളുടെ ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ഒരു അല്പസമയം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ AP ശ്രീകുമാർ സാറിന്റെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, വളരെയധികം സന്തോഷം. ആയുർവേദത്തിന്റെ ആ ഒരു യാത്ര തുടങ്ങിയിട്ട് 40 വർഷമായി. 40 വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് രോഗികളെ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ താങ്കൾ നേരിട്ടിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി തീർച്ചയായിട്ടും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഈ ആദ്യ തലമുറയിൽ ഇപ്പം താങ്കളെ പോലുള്ള ഡോക്ടർമാർ ഈ BAMS എന്ന് പറഞ്ഞൊരു കോഴ്സ് കഴിഞ്ഞിറങ്ങി അതിന്റെ ആ ഒരു ക്വാളിറ്റി കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് ആ ഒരു മൂല്യം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ ഒരു ആയുർവേദത്തിന്റെ ആ ഒരു പേര് നിലനിൽക്കുന്നത് തന്നെ. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര? താങ്കളുടെ ഈ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? എന്റെ തിരുവനന്തപുരം ആയുർവേദ കോളേജില് BAMS കോഴ്സിന്റെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. അത് 1985 BAMS കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി. അതിനുശേഷം ഒരു 6 വർഷക്കാലം സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങി പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവിടെയല്ല, പത്തനംതിട്ട ജില്ലയിലെ അടൂരായിരുന്നു ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 91 മുതൽ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു. ഗവൺമെന്റ് സർവീസിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. എന്നിട്ട് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അവസാനം കണ്ണൂർ ജില്ലയിലെ തന്നെ ജില്ലാ ആയുർവേദ ആശുപത്രി സൂപ്രണ്ടായിട്ടും അതിനുശേഷം ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. 2017 റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ഇന്ദുകാന്തം ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ ചെങ്ങന്നൂരിൽ കിഴക്കേനട പമ്പയുടെ കരയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ പ്രാക്ടീസ് ശ്രദ്ധിച്ചിങ്ങനെ പോവാണ്. ഇന്ദുകാന്തം ആയുർവേദ ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ട്. താങ്കളുടെ ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ്, പല മേഖലകളിലുള്ള താങ്കളുടെ പ്രവർത്തനം ഈ ഒരു സ്ഥാപനത്തിനെ മികവുറ്റതാക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു സെന്ററിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന, ഹൈലൈറ്റ് ചെയ്യുന്ന, നമ്മളുടെ അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്ന രോഗികൾ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾക്കാണ് മുൻഗണന കൊടുക്കാറുള്ളത്? ഇവിടെ കൂടുതലും വരുന്നത് ഇപ്പം ആയുർവേദത്തിന്റെ ആയിട്ടൊരു സ്പേസ് ഉണ്ടല്ലോ. ഇപ്പൊ പല അലോപ്പതി ഉണ്ട്, ആയുർവേദം ഉണ്ട്, പല സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ ലോ ബാക്ക് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് പെയിൻ സ്പൈൻ ക്ലിനിക്ക് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കേസ് അതാണ് വരുന്നത്. പിന്നെ ആർത്രൈറ്റിസിന്റെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തെറാപ്യൂട്ടിക് യോഗ, ഞാനിത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ എടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ട് യോഗ, തെറാപ്യൂട്ടിക് യോഗ ഇവിടെ നമ്മളിവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വിമൻസ് ക്ലിനിക് ഉണ്ട്, സ്ത്രീകളുടേതായിട്ടുള്ള പ്രത്യേക അസുഖങ്ങൾക്കുള്ള സ്പെഷ്യാലിറ്റി ക്ലിനിക് ഉണ്ട്. അതുപോലെ സ്കിൻ കെയർ ക്ലിനിക്ക്, അതുപോലെ കോസ്മെറ്റിക് ക്ലിനിക്ക്, ഇതൊക്കെ തന്നെ ഇവിടെ പാരലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ സെന്ററിന്റെ ചികിത്സയെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇപ്പോൾ ആയുർവേദത്തിലെ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടുന്ന ജീവിതശൈലി രോഗങ്ങളെ പോലുള്ള പ്രശ്നങ്ങൾക്ക്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾക്ക്, അതിന് നമ്മുടെ സെന്റർ ഇന്ദുകാന്തം എത്രമാത്രം അതിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? അതിന് എത്രമാത്രം രീതിയിലുള്ള ചികിത്സകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു യോഗ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു 6 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ട് ഒരു 7 മണി വരെ ഇവിടെ ഒരു യോഗ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ധാരാളം പേര് ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് ഇവിടെ വന്ന് യോഗ പരിശീലനം നേടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ സാധാരണ രോഗങ്ങളിൽ യോഗയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ധാരാളം മെഡിസിൻസ് ഒഴിവാക്കാൻ പറ്റും യോഗയുടെ ഇതുമായിട്ട്. ഓരോ രോഗങ്ങളിൽ പറ്റിയ യോഗ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരു സമീപനം കൂടെയാണ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ചെങ്ങന്നൂർ എന്ന ഈ ഒരു പ്രദേശം തീർച്ചയായിട്ടും ആയുർവേദത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ആയുർവേദത്തിന് എത്രമാത്രം താങ്കൾക്ക് നമ്മുടെ ഒരു സെന്ററിന് ഒരു പ്രചോദനം തരുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്? ഇവിടെ ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ പമ്പാ നദിയുടെ കരയിലാണ്. നമ്മളിപ്പോൾ എല്ലാ നാഗരികതയും സംസ്കാരവും ഓരോ നദിയുമായിട്ട് ചേർന്നെന്ന് പറയാറുണ്ട്. ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഭാരതപ്പുഴ പോലെ തന്നെ പമ്പയും തന്നെ. ഇപ്പോൾ പമ്പ ആറന്മുളയായാലും ആറാന്തിയായാലും പമ്പയുടെ കരയിലുള്ള ഓരോ സ്ഥലങ്ങളും ഒരു പ്രത്യേക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആയുർവേദത്തോട് ആഭിമുഖ്യമുള്ള ഒരു ജനറേഷനാണ്, ജനങ്ങളാണ് ഈ പമ്പയുടെ 2 കരയിലും ഉള്ളവർ. അവരേറ്റവും കൂടുതൽ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പഴയ ആയുർവേദ വൈദ്യന്മാരും ഈ പറഞ്ഞ പമ്പയുടെ കരയിൽ ജനിച്ചു വളർന്നവരാണ്. സാർ, ഇപ്പോൾ ഇന്ദുകാന്തത്തിന്റെ ഒരു പ്രത്യേകത നമ്മളുടെ ഇവിടുത്തെ ഒരു സ്കിൻ കെയർ ആണ്. അത് എത്ര വർഷം പഴക്കം ചെന്നുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഒരു പരിഹാരം ഇന്ദുകാന്തത്തിലുണ്ട്, പ്രത്യേകിച്ച് സോറിയാസിസ് പോലുള്ള വലിയ വലിയ രോഗങ്ങൾക്ക്. അതിന് എങ്ങനെയാണ് നമ്മളുടെ ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്, അതിന്റെ ഒരു രീതിയെ കുറിച്ചൊന്ന് പങ്കുവെക്കാം? സാധാരണ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം പറഞ്ഞ സോറിയാസിസ് പേഷ്യൻസിനെ ചികിത്സിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രോട്ടോക്കോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ തരം സോറിയാസിസ് ഉണ്ട്, അത് ഏതൊക്കെ രീതിയിൽ ചികിത്സിച്ചാൽ അത് മാറും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് ആ രീതിയിൽ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പ്രയോഗത്തിൽ വരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോറിയാസിസ് രോഗികൾക്ക് അവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള രോഗികളെക്കാളും കൂടുതൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൂടുതലുള്ളവർക്ക് തന്നെ. കാരണം സമൂഹത്തിന്റെ മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ എത്തിപ്പെടാൻ അവരുടെ മനസ്സുകൊണ്ട് മടിക്കുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് പോലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ സെന്റർ കൊടുക്കുന്നത്? സോറിയാസിസ് ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത്, അതായത് ഒരു മനഃശരീര രോഗമാണ്. അതിനകത്തൊരു മാനസിക ആസ്പെക്ട് ഉണ്ട്. ആദിയിൽ നിന്ന് വ്യാധി ഉണ്ടാകുക എന്ന് പറയുക. മനസ്സിന് സ്ട്രെസ് ഉള്ളപ്പോൾ സോറിയാസിസ് കൂടുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള സജഷൻസ് കൂടി ഈ ട്രീറ്റ്മെന്റിനോട് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്രധാര അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. അത് ഈ മനഃശരീര രോഗങ്ങൾക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസിന് വളരെ എഫക്റ്റീവാണ് തക്രധാര പോലുള്ള ട്രീറ്റ്മെന്റുകൾ. അപ്പോൾ ഇതിനുള്ള ക്ലാസിക്കൽ ചികിത്സയോടൊപ്പം തന്നെ, അതായത് സോറിയാസിനുള്ള ഒരു അനൗൺസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു പ്രാക്ടിക്കലായിട്ട് ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ മാനസികമായ വശത്തിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. വളരെ ഫലപ്രദവുമാണ്. ഡോക്ടർ, ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി തീർച്ചയായിട്ടും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ഈ ഒരു സർവീസ് കാലയളവിനുള്ളിൽ താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ആയുർവേദത്തില് നമ്മളിപ്പോ ഈ 2 സിസ്റ്റം എടുത്താൽ മോഡേൺ മെഡിസിനും ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ രണ്ടിനും 2 ഫിലോസഫിയാണുള്ളത്. ഇപ്പൊ മോഡേൺ മെഡിസിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിന്റെ ഫിലോസഫിയാണ്. അതായത് നമ്മൾ ആദ്യം റിവോൾവർ ഉപയോഗിക്കുന്നു, കുറവില്ലെങ്കിൽ സ്റ്റെൻഗൺ ഉപയോഗിക്കുന്നു, കുറവില്ലെങ്കിൽ നമ്മൾ അടുത്ത ബോംബ് ഉപയോഗിക്കുന്നുള്ള ഒരു സമീപനം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് വേണം, ചില സമയത്ത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഒരു സുവർണക്ഷേത്രം പോലെ സ്ഥലത്ത് ഭീകരന്മാർ പ്രവേശിച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ, അവിടെ നമ്മൾ ആദ്യം ഇത് പ്രയോഗിക്കുന്നു, റിവോൾവർ പ്രയോഗിക്കുന്നത് ശരിയാവുന്നില്ല, സ്റ്റെൻഗൺ ഉപയോഗിക്കുന്നത് ശരിയാവുന്നില്ല, പിന്നെ നമ്മൾ ബോംബ് പ്രയോഗിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഭീകരനെ പിടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിനും ഡാമേജ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു യുദ്ധത്തിന്റെ ഫിലോസഫിയാണ് ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ആയുർവേദത്തിന്റെ ഫിലോസഫി അതല്ല, യുദ്ധത്തിന്റെ ഒരു ഫിലോസഫി അല്ല. അപ്പൊ അവിടെ തന്നെ ഇപ്പോ ഒരു ഭീകരന്മാരുള്ള ഒരു സ്ഥലം തന്നെ എടുക്കുക, നമ്മുടെ രോഗം ഉണ്ടാക്കുന്ന ഒരു ഏജൻസിനെ നമുക്ക് ഭീകരന്മാരെന്ന് പറയാം. അപ്പൊ അതിനെ പിടിക്കാനായിട്ട് അല്ലെ അതിനെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ അവിടെ ഉള്ള ആളുകൾ തന്നെ ഉണ്ടല്ലോ, ആ സ്ഥലത്തുള്ള നമ്മളിപ്പം നേരത്തെ സ്വർണ്ണക്ഷേത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ സിഖുകാരുണ്ട്. അപ്പൊ ഈ സിഖിൽ തന്നെ സിഖുകാർക്ക് അറിയാം ഭീകരൻ ആരാണ്, അല്ലെങ്കിൽ അതിനകത്ത് മിതവാദി ആരാണെന്ന് അറിയാം. അപ്പൊ അവരിൽ തന്നെ നമുക്ക് അനുകൂലമായ ഘടകത്തിനെ നമ്മൾ കൂടുതൽ ഊർജ്ജം കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അവരെ നേരിടിക്കുക. അത് ഈ ശരീര ബലം കൊണ്ട് തന്നെ ഈ രോഗത്തെ ഇല്ലാതാക്കുക. അപ്പോൾ അത് ശാശ്വതമായിരിക്കും. ചിലപ്പോൾ ഒത്തിരി കുറച്ച് സമയം എടുത്തെന്ന് വരാം, എങ്കിൽ പോലും അത് വളരെ ശാശ്വതമായിരിക്കും. അത് ഈ സമീപനമാണ് ആയുർവേദത്തിൻ്റെതായിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് ഓർമ്മയുള്ള ചിക്കൻ ഗുനിയ സമയത്തായിരുന്നു. അപ്പോൾ ശരിക്കും മദ്രാസിൽ നിന്നൊരു പേഷ്യന്റ്, അപ്പൊ അവരുടെ ജീവിതം പോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് ഇവിടെ വരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോയി മദ്രാസിൽ താമസിക്കുന്ന ആളാണ്.
റിലേറ്റീവ്സ് ആരുമില്ല, ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഇനി അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ധാരണയിൽ പുള്ളി നാട്ടിൽ വരുന്നു, സിസ്റ്റർ അടുത്ത് വന്നു. ഒരു വീൽ ചെയർ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് വീൽ ചെയർ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഈ രീതിയിൽ അങ്ങ് ജീവിതം അവസാനിക്കുന്നുള്ള ധാരണയിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. പക്ഷെ നമുക്ക് അത് ഈ ആയുർവേദത്തിലുള്ള ധാരകൾ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊണ്ട് ഈ പറഞ്ഞ ആ ഒരു ചിങ്കുനിയുടെ ആഫ്റ്റർ എഫക്റ്റ് അന്ന് ചിങ്കുനി വന്ന തുടക്കത്തിലുള്ള സമയമാണ്. പക്ഷെ അത് പരിപൂർണമായിട്ട് മാറ്റി അദ്ദേഹം എന്നെ തിരിച്ച് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോയ ഒരു അനുഭവം എപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം എപ്പോഴും വിളിക്കാറുണ്ട്. ആ വീൽ ചെയറിൽ കൊണ്ട് തിരിച്ച് പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞപ്പോഴും ആ വാക്കുകൾ ഇപ്പോഴും നല്ല മനസ്സിലിങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. ഇന്ദുകാന്തത്തിന്റെ ഒരു പ്രധാന ചികിത്സ ഒരുപാട് ചികിത്സകളുണ്ടെങ്കിലും വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏതൊക്കെ തരത്തിലുള്ള വാദസംബന്ധമായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കാറുള്ളത്? അതുപോലെ തന്നെ അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ സാർവത്രികമാണ്. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ പോസ്റ്റ് സ്ട്രോക്ക് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ കഴിയും. സ്ട്രോക്കിന് ശേഷം അവരെ പെട്ടെന്ന് തന്നെ ഒരു സാധാരണ രീതിയിലേക്ക് എത്തിക്കാനുള്ള സ്ട്രോക്കിന്റെ ആദ്യത്തെ മാനേജ്മെന്റിന് ശേഷമുള്ള ഒരു മാനേജ്മെന്റ് അവരെ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതൽ ഫലപ്രദമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് ആയുർവേദം. അതുപോലെ തന്നെ സന്ധിഗതവാദം, സന്ധികളിൽ ഉണ്ടാകുന്ന വാദങ്ങൾ, അതിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റും. ഏറ്റവും കോമൺ ആയിട്ട് നമ്മളെ ചെറുതെന്ന് തോന്നുമെങ്കിൽ തന്നെയും ഉപ്പൂറ്റി വേദന വളരെ ആളുകളെ ബാധിക്കുന്ന, ഞങ്ങളത് വാദകണ്ടകം എന്നാണ് ആയുർവേദത്തിൽ പറയുക. പലതരം ഉപ്പൂറ്റി വേദനയുണ്ട്. ഉപ്പൂറ്റിയുടെ പുറകുവശത്തും അല്ലെങ്കിൽ ഉപ്പൂറ്റിയിൽ തന്നെയുള്ള വേദനകൾ, ഇപ്പോൾ പ്ലാന്റർ ഫേഷ്യേറ്റിസ്, യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ കാർക്കേനിയസ് അങ്ങനെ പല രീതിയിൽ ഈ പറഞ്ഞ ഉപ്പൂറ്റി വേദന ഉണ്ടാകാം. ഇതൊക്കെ തന്നെ വളരെ ഒരു ചെലവ് കുറഞ്ഞതും വളരെ എളുപ്പം ഫലപ്രദമായതുമായ ചികിത്സ ആയുർവേദത്തിലുണ്ട്. അപ്പൊ ഇത്തരം അതുപോലെ ടെന്നീസ് എൽബോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഇത് ആയുർവേദത്തിന്റെ ഒരു സ്പേസ് ആണ്. അപ്പൊ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിസ്ക് ഉള്ള പല ചികിത്സാ രീതികൾക്ക് പകരം ബദലായിട്ട് ആയുർവേദം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ പോലും ഇപ്പൊ തന്നെ ഈ വെയിറ്റ് റിഡക്ഷനും അതുപോലെ ഫാറ്റ് കൊഴുപ്പ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഈയിടെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ 4 lakh അത് മുടക്കിയ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവസാനം വിരലിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ വെയിറ്റ് റിഡക്ഷനും ഒരു കോസ്മെറ്റിക് സംഗതിയാണ് ചെയ്തത്. അതാലോചിക്കുക, അവർക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്തരം രംഗങ്ങളിൽ, അതായത് സൗന്ദര്യ സംരക്ഷണം, അതുപോലെ കൊഴുപ്പ് കുറയ്ക്കുക, വെയിറ്റ് റിഡക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയുർവേദ ബദലുകൾ വളരെ ഫലപ്രദമാണ്. ഇത്ര എക്സ്പെൻസീവ് അല്ല, യാതൊരു സൈഡ് എഫക്ട്സ് ഇല്ല. അതൊരു ക്വാളിഫൈഡ് ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയും. നമ്മളത് ചെയ്യുന്നുണ്ട്. അത്ര എക്സ്പെൻസീവ് അല്ല, ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് ഇല്ല, റിസ്ക് കുറവാണ്. അപ്പൊ അത്തരം രംഗങ്ങളിലേക്ക് കൂടുതൽ ജനശ്രദ്ധ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ 2018 മഹാപ്രളയം, പ്രത്യേകിച്ച് ചെങ്ങന്നൂരിനെയൊക്കെ വിഴുങ്ങിയൊരു പ്രളയമായിരുന്നു 2018. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇന്ദുകാന്തം ഒരു കുറച്ച് കുടുംബങ്ങൾക്കെങ്കിലും ആശ്രയമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പല മാധ്യമങ്ങളും, ദേശീയ മാധ്യമങ്ങളിൽ തന്നെ വായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു സംഭവം, എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയൂ. നമ്മൾ മുമ്പൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ പ്രളയം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ആകുമ്പോൾ ഇത്രയും അറിയുന്നില്ല. ഒരു വൈകിട്ടാകുമ്പോൾ ഇവിടെ പമ്പയിൽ വെള്ളം ഉയരുന്നു. അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഒരു 40 അടിയോളം ഉയരത്തിലേക്ക് ജലം വന്നു. അപ്പൊ ഇവിടുന്ന് 100 മീറ്ററേ ഉള്ളൂ. ഞാനിപ്പോ നമ്മുടെ ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ സ്ഥാപനം ഒരു 100 മീറ്റർ അപ്പുറത്താണ് പമ്പയാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വെള്ളപ്പൊക്കം വന്നു തന്നെ എല്ലാവരും വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഒരു തൊട്ടടുത്ത് വരെ, അല്ലെങ്കിൽ അതിന്റെ ഒരടിയും കൂടെ വന്നിട്ട് നമ്മുടെ കണ്ണുറക്കത്തിന്റെ വെള്ളത്തിലായ. അപ്പോൾ ഇവിടെ ചുറ്റും വെള്ളം നിറഞ്ഞപ്പോ കൊച്ചു വീടുകളിലാണ് ആളുകളുടെയൊക്കെ 2ാമത്തെ നിലയിൽ 3ാമത്തെ നിലയിലൊക്കെ ആളുകൾ കഴിയുന്നു. ഹെലികോപ്റ്ററിൽ ഇങ്ങനെ എയർ ലിഫ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പുറത്തോട്ട് പോകാൻ കഴിയുന്നില്ല. ഭക്ഷണ സാധനങ്ങൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അടുത്ത മുങ്ങിയ വീടുകളിലൊക്കെ തന്നെ ഒരു 4-5 കുടുംബങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുക സൗകര്യം ഉണ്ടായി. മാത്രമല്ല ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ 2-3 വീട് അപ്പുറം, അവിടെ വീടിന്റെ 2ാമത്തെ നിലയിൽ വരെ വെള്ളം കയറി. അവര് പ്രായമുള്ള 2 പേരുണ്ടായിരുന്നു. അപ്പൊ മക്കളും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവര് വിളിച്ചപ്പോ അത് അങ്ങനെ അവസരം എന്റെ നമ്പർ കിട്ടിയിട്ട് ആ നമ്പർ കിട്ടി. കാരണം ഫോൺ പ്രവർത്തിച്ചത് സോളാർ ഉണ്ടായതുകൊണ്ടാണ്. സോളാർ ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ദിവസവും 55 ദിവസത്തോളം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ഫ്ലഡിന്റെ പീക്ക് ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ വിളിക്കുകയും ഈ മൊബൈലിൽ നമ്മുടെ രക്ഷാപ്രവർത്തകരെ അറിയിച്ചു. ആ സമയം മത്സ്യത്തൊഴിലാളികളൊക്കെ ഇവിടെ 2ാമത് നിലയിൽ നാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതൊരു വലിയൊരു ഇതായിരുന്നു. അത് വളരെ ഒരു സന്തോഷപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ് അനേർട്ടൊക്കെ തന്നെ ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തു. അവരത് ഇതിന്റെ ഈ ഒരു സംഭവം അനേർട്ടിന്റെ ഒരു പരസ്യമായിട്ട് തന്നെ അത് ഉപയോഗിച്ചു. സോളാറിന്റെ ഉപയോഗം അന്ന് വരെ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് 10-15 ദിവസം കറണ്ട് പോകുന്ന ഒരു കണ്ടീഷൻ. സോളാറിന്റെ ആ ഒരു ഗുണം അന്ന് ജനങ്ങൾക്ക് മനസ്സിലായി.
അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ? നമ്മളൊട്ട് ഒരു അങ്ങനെ ഒരു പ്ലാനോട് അല്ല സോളാർ വെച്ചത്. അത് പ്രകൃതി സൗഹൃദമായിട്ട് അത് നല്ലതാണെന്നുള്ള ധാരണ ചെയ്തിരുന്നതാണ്. മൈ വേസ്റ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. നമ്മുടെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമുള്ള ആ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം വേസ്റ്റുകളൊക്കെ തന്നെ ബയോഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ബയോഗ്യാസിലെ സ്ലറി ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു മഴമറ ചെയ്തിട്ടുണ്ട്. മഴമറയിലെ ആവശ്യത്തിനുള്ള ഭക്ഷ്യസസ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള വെജിറ്റബിൾസും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു വേസ്റ്റ് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളത് മാനേജ് ചെയ്യുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒരുപാട് വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ, തിരുവല്ല മേഖലകളിലൊക്കെ പ്രവാസികളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മളിലേക്ക് എത്തുന്ന പ്രേക്ഷകർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ സെന്ററിലേക്ക് ഒരു ട്രീറ്റ്മെന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന് ഏതൊക്കെ രീതിയിലുള്ള സൗകര്യം കൊടുക്കാൻ സാധിക്കും? നമുക്കിവിടെ 10 പേരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമുക്കിവിടെ എല്ലാത്തരം പല രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. എല്ലാത്തരം പേഷ്യൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട്. AC, non-AC റൂംസ് ഉണ്ട്. അതുപോലെ ഇവിടെ യോഗ ട്രെയിനിങ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കിപ്പോൾ വലിയ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഇവിടെ ഹോട്ടൽസുമായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ താമസിച്ചോട് വേണമെങ്കിൽ വന്ന് വാക്കിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളുടെ വിദേശത്തുള്ള പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു ഉപകാരം തന്നെയാണ്. വിദേശത്തുള്ളവർക്ക് അത് പ്രയോഗിക്കാവുന്ന അവർക്ക് ഉപകാരപ്രദമായ മറ്റൊരു കാര്യം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു 3 ഈ ട്രീറ്റ്മെന്റിന് ശേഷം ഈ അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, പേഷ്യൻസിനൊക്കെ തന്നെ ഒരു 3 തരം ട്രിപ്പ് ഇവിടെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സിൽവർ എന്ന് പറയുമ്പോൾ ഇവിടെ ചെങ്ങന്നൂർ ദർശൻ എന്നൊരു പ്രോഗ്രാം. ചെങ്ങന്നൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറന്മുള കണ്ണാടി, ഇതൊരു ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് ആറന്മുള കണ്ണാടി. അപ്പൊ അത് ഉണ്ടാക്കുന്നത് കാണാം. വേണമെങ്കിൽ അവർക്ക് അത് വാങ്ങുകയല്ലേ, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ചില സ്ഥലങ്ങളിലെ ഈ ഇതുണ്ട്, വെങ്കലപാത്ര നിർമ്മാണമുള്ളൂ. ഇപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് മാന്നാർ വെങ്കലപാത്ര നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട് ഫാക്ടറിയിലായിട്ട് നമുക്ക് അറിയാം. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം മാന്നാറിലെ മണ്ണിലേ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാന്നാർ ഈ വെങ്കല വ്യവസായത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അത് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. ഇപ്പൊ മോൾഡ് ചെയ്തിപ്പോ ഒരു മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അത് ചെയ്യാൻ പറ്റും. അതാണ് ചെങ്ങന്നൂർ ദർശൻ എന്നുള്ള ഒരു പരിപാടി. പിന്നെ വരുന്നത് ഒരു 2 days പ്രോഗ്രാം, ചെങ്ങന്നൂർ ദർശൻ പ്ലസ് ഒരു ഹൗസ് ബോട്ട്. അറിയാം, കേരളത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെസേർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലൈമറ്റും നമ്മുടെ കേരളത്തിലുണ്ട്. ആലപ്പുഴ ബീച്ചിൽ നിന്ന് യാത്ര ചെയ്ത ഒരാൾ 5 മണിക്കൂർ മൂന്നാറിലെത്തും. ഇത്രയും സമയം കൊണ്ട് അദ്ദേഹത്തിന് ഈ കേരളത്തിലെ എല്ലാ ക്ലൈമറ്റും എൻജോയ് ചെയ്യാൻ, ഇന്ത്യയിലെ ഹിമാലയം ഉൾപ്പെടെയുള്ള ഡെസേർട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലൈമറ്റും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ട്രിപ്പ് വേണ്ട ആവശ്യമുള്ളവർക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു ചെങ്ങന്നൂർ ദർശനമുണ്ട്, മണ്ഡോത്തിരുത്ത് പോലെ സ്ഥലം, അതുകൂടെ നിന്ന് വളരെ അടുത്താണ്. ഇതിനോടൊപ്പം തന്നെ താല്പര്യമുള്ളവർക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അത് ചെയ്തു കൊടുക്കാൻ പറ്റും. യാത്ര ചെയ്യാവുന്ന കണ്ടീഷൻ ഉള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ഏത് മേഖലയിൽ നിന്നും, തെക്കൻ കേരളത്തിൽ നിന്നായാലും വടക്കൻ കേരളത്തിൽ നിന്നായാലും എത്തുന്ന അവർക്ക് അവരുടെ ആ ഒരു രോഗ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ അവർക്ക് അത് സക്സസ് ആകുമ്പോൾ അവർക്ക് ഒരു മാനസിക ഉല്ലാസം കൊടുക്കാനും നമ്മുടെ സെന്റർ മുൻകരുതൽ എടുക്കുന്നുണ്ട്, മുൻകൈ എടുക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആറന്മുള കണ്ണാടി പോലുള്ള, അല്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ മാന്നാറുള്ള വെങ്കലപാത്ര നിർമ്മാണം, അതൊക്കെ പുതുതലമുറക്ക് ഒക്കെ അതൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു തീരുമാനമൊക്കെ സത്യത്തിൽ ഒരു സെന്ററിന്റെ നിങ്ങളുടെ ആ ഒരു തീരുമാനം വളരെ നല്ലത്. അതിന് പ്രത്യേക കൈയടി അർഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി നമ്മുടെ സെന്ററിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? നമ്മളുടെ ഇന്ദുകാന്തം ഇനി മുന്നോട്ട് പോകുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ വിഷൻ എവിടേക്കാണ് നമ്മുടെ ഒരു യാത്ര? ഉദ്ദേശിക്കുന്നത് ഇപ്പോ എന്റെ മക്കൾ 2 പേര്, ഇപ്പോ ഒരാള് ഈ കൗമാരകൃത്യത്തില് PG എടുത്തു, ഒരാള് പഞ്ചകർമ്മത്തിൽ PG എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ട്. ഇവിടെ പമ്പയുടെ കരയിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു റിസോർട്ട് പോലെ, അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ചേർത്ത് ചികിത്സാ സംവിധാനം ഉൾപ്പെടെ ചെയ്തുകൊണ്ടൊരു ഒരു സ്ഥാപനമാണ് മനസ്സിലുള്ളത്. അപ്പൊ അതിനുള്ള പ്രവർത്തനങ്ങൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെയധികം സന്തോഷം. കാരണം താങ്കളുടെ ഈ ഒരു യാത്രയില് പിന്തുടരാൻ താങ്കളുടെ മക്കളും അതിനെ മുൻകൈ എടുത്തു. അവരും ഈ ഒരു മേഖല തന്നെ തിരഞ്ഞെടുത്തു. വളരെ സക്സസ് ആയിട്ട്, വളരെ വിജയകരമായിട്ട് അവർ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കൂടി തീരുമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടറിന്റെ തീരുമാനം. ഡോക്ടർ, ഇന്ന് നമുക്ക് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി വിശേഷങ്ങൾ, നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണല്ലോ?
എന്റെ വൈഫിന്റെ എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വൈഫ് ഡോക്ടർ ലക്ഷ്മി ഗോവിന്ദൻ ഹോമിയോ ഡോക്ടറാണ്. പിന്നെ 3 കുട്ടികളാണുള്ളത്. മൂത്താള് ഇപ്പോ വൈദ്യനാഥ് VS, അദ്ദേഹം പഞ്ചകർമ്മ PG എടുത്ത് ഇപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് ബാലശ്രീ ഇപ്പോൾ കൗമാരത്തിൽ PG എടുത്ത് വന്നിട്ടുണ്ട്. മകൾ ഡോക്ടർ ദേവയാനി VS, ഹോമിയോ ഡോക്ടറാണ്. പിന്നെ ഒരു മകനുണ്ട്, അദ്ദേഹം ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറും പിന്നെ വീഡിയോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യും, ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്നു. വളരെ സന്തോഷകരമായി തോന്നുന്നു. വളരെയധികം സന്തോഷം ഡോക്ടർ ശ്രീകുമാർ സാർ. താങ്കളുടെ ഈ ഒരു യാത്ര, ഈ യാത്രയും ഇന്ദുകാലത്തിന്റെ ഈ യാത്രയുമൊക്കെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവർക്കൊരു അത്താണി അല്ലെങ്കിൽ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഈ ഒരു സെന്ററിൽ നിന്നുണ്ടാകട്ടെ, ഡോക്ടറിന്റെ കൈകളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മളുമായി പങ്കുവച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.